തലേ ദിവസം എത്ര മഴ പെയ്താലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇപ്പൊ വെയിലാകുന്നതുകൊണ്ട് എല്ലാം ഉണങ്ങി അങ്ങനെ കിടക്കും കേട്ടോ. ഇന്ന് നല്ല തെളിഞ്ഞ ഒരു ദിവസം കേട്ടോ. പശുകൊച്ചി രാവിലെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മള് അവൻ ഗേറ്റ് തുറക്കുമ്പോൾ ഡോഗ്സിനെ ഒന്ന് അങ്ങ് പൂട്ടിയിടും. എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ നേരെ മെയിൻ റോഡിലേക്ക് ഓടി കയറും. അങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ അവൻ പോയി കഴിയുമ്പോൾ നമ്മൾ ഗേറ്റ് പൂട്ടിയിട്ട് വീണ്ടും ഡോഗ്സിനെ എല്ലാം തുറന്നു വിടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും പോകാൻ നേരത്ത് ഇങ്ങോട്ടേക്ക് വന്നു നിൽക്കും കേട്ടോ. അപ്പൊ അവൻ പോയി ഇനിയിപ്പോ നമുക്ക് നേരെ ഗേറ്റ് ഒക്കെ അടച്ചിട്ട് ഡോഗ്സിനെ അങ്ങ് തുറന്നു വിട്ടേക്കാം. എങ്ങനെയാണ് നിറയെ ചെടികളും പൂക്കളും ഒരു രക്ഷയില്ല. വസന്തകാലം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ പച്ചപ്പും പൂക്കളും എല്ലാം കൂടി കാണുമ്പോഴത്തേക്കും കണ്ണിനും മനസ്സിനും കിട്ടുന്ന ഒരു സന്തോഷം. ഇത് കണ്ട കൂട്ടുകാരെ റംഗൂൺ ക്രീപ്പറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഏരിയയിലുള്ള റംഗൂൺ ക്രീപ്പർ അങ്ങ് വെട്ടിക്കളഞ്ഞാണ് നിറയെ. പക്ഷെ എന്നിട്ടും അത് നന്നായിട്ട് തളിർത്ത് വന്നു കേട്ടോ. നിലത്ത് കുറ്റിയായിട്ട് തന്നെ നിറയെ തളിർത്ത് വന്നേക്കുവാണ്. ഇനി ഇത് മുഴുവനും കമ്പായിട്ട് ക്രീപ്പറായിട്ട് കയറി പോവേ. അപ്പൊ ഞാൻ കുറേയൊക്കെ വളച്ച് നമ്മുടെ ആ ഇല്ലി മരത്തിലേക്ക് തന്നെ മുളയിലേക്ക് തന്നെ കയറ്റി വിടാൻ നോക്കുവാണ്. ബാക്കി ഞാൻ ഈ ഭാഗത്ത് ഞാൻ 2 ദിവസം കൊണ്ട് കുറേ ബോഗൺവില്ല അങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ. കാരണം അതിന്റെ പൂക്കളുടെ ഭാരം കാരണം എല്ലാം ഇങ്ങനെ കുനിഞ്ഞ് താഴേക്ക്. അപ്പം ബോഗൺവില്ലയ്ക്ക് നല്ല മുള്ളുണ്ടല്ലോ. കാറ് കയറി പോകുമ്പോൾ മെയിൻ റോഡിലേക്ക് കാറ് കയറി പോകുമ്പോൾ അത് പോറിൽ വീഴുക. ഓട്ടോച്ചേട്ടനും പറഞ്ഞു പോറിൽ വീഴുവാന്ന്. ആ പശുവിന്റെ അടുത്ത് ഭയങ്കര ബഹളം കേട്ടോ. ബോഗൺവില്ല എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ അതിന്റെ കുറെ കമ്പുകൾ അങ്ങ് വെട്ടിട്ടോ. 2 ദിവസം എന്റെ കയ്യിലും കാലയിലും ഇനി മുള്ളു കൊള്ളാൻ ഒരു സ്ഥലമില്ല കേട്ടോ. അത്രയാണ്. എന്നാലും എന്റെ ശ്രമം വിജയിച്ചു. ഞാൻ ഒത്തിരി ബോഗൺവില്ല അങ്ങ് അതിന്റെ കുറെ കമ്പുകൾ വെട്ടി അതെല്ലാം വെട്ടി മാറ്റി കൊണ്ട് കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോ അത് തളിർത്ത് വന്നോളൂ. എന്നാലും കുറെ നാളത്തേന് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കത്തില്ലല്ലോ. അതിനുവേണ്ടി പിന്നെ ഞാൻ അവിടെ മുള്ളില്ലാത്ത കുറച്ച് നല്ല ചെടികൾ അങ്ങ് നമ്മുടെ വീട്ടിലില്ലാത്ത 3-4 ചെടികൾ മേടിച്ചിട്ട് അങ്ങ് നട്ടു കേട്ടോ. അതൊക്കെയായിരുന്നു ഈ 2 ദിവസത്തെ പരിപാടികൾ കേട്ടോ. അതെന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിലേക്ക് കയറി പോയിട്ട് നാളെ നമുക്ക് കൊറിയർ വിടാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സമാധാനമായിട്ട് പാക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് കുക്ക് ചെയ്യണം ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി പോന്നു. നല്ലൊരു മാങ്ങ കറി. ഇപ്പൊ മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ കിട്ടുമല്ലോ. മാങ്ങ മപ്പാസ് എന്ന് പറയും. അതിന്റെ വേറൊരു വേർഷൻ കേട്ടോ. ഞാൻ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ. ടൈം പോലെ നല്ലൊരു ടേസ്റ്റ് ആണ്. തേങ്ങയൊക്കെ അരച്ചിട്ട് ഉലുവയൊക്കെ വേണം. അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റില്ലാതെ അങ്ങ് വെച്ചു. പിന്നെ നമുക്കൊരു കുക്കർ സാമ്പാർ അങ്ങ് വെച്ച്. ഞാൻ എപ്പോഴും കുക്കറിൽ എളുപ്പത്തിന് വെക്കും കേട്ടോ. എല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് വേവിക്കും. പരിപ്പും ബാക്കി കായ്കളെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കായൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് അങ്ങനെ ഞാൻ കടുകുട്ടിക്കും. ഇത് നല്ല ഈ കാക്കപ്പഴമില്ലേ അതിന്റെ ഇലകളും പച്ചച്ചീരയും കൂടിയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ച് വെക്കുന്നതാണ്. പിന്നെ ഞാൻ പുറത്ത് സ്നാക്ക് കൊടുക്കാൻ വേണ്ടി ഡോഗ്സിന് സ്നാക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ പൊത്തോന്ന് ഉറച്ചു കേട്ടു. ഞാൻ പേടിച്ചു കേട്ടോ. നോക്കുമ്പോൾ വലിയൊരു തെങ്ങിന്റെ മടക്കലെല്ലാം കൂടി വീണു. അങ്ങനെ എന്റെ വിരിഞ്ഞു നിന്നൊരു താമരപ്പൂ അത് ഒടിഞ്ഞു പോയി. അതെനിക്ക് ഭയങ്കര വിഷമായി പോയിട്ടോ. പിന്നെ ഞാൻ അതിന്റെ എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ്സിലിട്ട് വെക്കാന്ന് ഓർത്ത് എടുത്തു വെച്ചു. ഇവിടെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ്. നമ്മുടെ വീടിന്റെ അത്രയും പ്രായമുണ്ട് ഇതിന്. നന്നായിട്ട് കായ്ക്കും കേട്ടോ. അതിനോട് ചേർന്ന് നമ്മൾ ഈ മുളയെല്ലാം നട്ടേക്കുന്ന കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ തീമ എനിക്ക് ഭയങ്കര വിഷമായി പോയി. എന്നിട്ട് ആ പൂവിനെ എടുത്തോണ്ട് വന്ന് ഞാൻ ഗ്ലാസ് വെള്ളത്തിലിട്ട് ടേബിളിൽ വെച്ച്. എന്തായാലും കുറേ ദിവസത്തെ ഇങ്ങനെ ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ ഇരിക്കും കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു സമാധാനം. വൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇത്. അടിപൊളിയാണ് കേട്ടോ. ക്ലിയോഡെൻഡ്രം എന്ന് പറയുന്നത് അടിപൊളിയാണ്. നിറയെ മുല്ലപ്പൂക്കൾ ഉതിർന്ന് കിടക്കുന്ന അങ്ങനെ ഒരു കൊല ഇങ്ങനെ അതേല് നിറയെ ഇങ്ങനെ താഴോട്ട് മുത്തുപോലെ അങ്ങനെയാണ്. ഇത് ഒരു ചെറിയൊരു തൈ മരം പോലെ ആകും കേട്ടോ. എന്നിട്ട് നിറയെ ഉണ്ടാവും. ഒരു ചെറിയൊരു തൈയാണേ. എന്നിട്ട് തന്നെ നിറയെ ഉണ്ടായിക്കണുണ്ടോ. അടിപൊളിയാണ്. ഞാൻ ഈ വീട്ടിൽ ഒത്തിരി പറമ്പിക്കടെയും മുറ്റത്തോടെയും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അത്ര ഭംഗിയായതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും എടുത്തു വെച്ച ക്ലിപ്പാണ്. 2 ദിവസമൊക്കെ കൂടുമ്പോൾ അച്ഛനും കൂടി ഇവിടെയൊക്കെ ഉള്ള ദിവസങ്ങൾ ഞങ്ങൾ ഈ ക്യാറ്റും കുഞ്ഞിനെ എടുത്ത് മുറ്റത്തും വരാന്തയിലും ഒക്കെ കുറച്ച് നേരം നടത്തൂട്ടോ. അപ്പൊ അതിന് കുറച്ച് ഇമ്മ്യൂണിറ്റിയും കൂടും. പിന്നെ അതിന് ഭയങ്കര കൊതിയ പ്രകൃതി കാണാൻ വേണ്ടി. എപ്പോഴും നമുക്ക് കഴിച്ചുവിടാൻ പറ്റില്ല. ഏതിലെങ്കിലുമൊക്കെ മരത്തേക്കിടെയൊക്കെ ചാടി കയറി നേരെ റോട്ടിലേക്ക് ഇറങ്ങി പോകും. ഇല്ലെങ്കിൽ ഇത് പിന്നെ പട്ടിക്കുഞ്ഞുങ്ങൾ പിടിക്കും ഇതിനെ. അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. നമ്മുടെ പ്രസൻസിൽ ഡോഗ്സിനൊക്കെ നമ്മൾ കൂട്ടിലാക്കിയിട്ട് ഇതിനെ കുറച്ചേരം ഇങ്ങനെ വരാന്തയിലൊക്കെ പിന്നെ മണ്ണും ചെളിയൊന്നും ആവാത്ത വിധത്തിൽ മുറ്റത്തും ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടോ. അതിന് എന്തൊരു കൊതിയാന്നറിയോ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ഒരു പോരണേ ഇല്ല കേട്ടോ. അതിനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ നമ്മളെ പോലെ തന്നെ അതിന് ഭയങ്കര കൊതിയാണ്. എങ്ങനെ അപ്പം പിന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ കറിവേപ്പില പറിക്കാനും ഓരോരോ കാര്യങ്ങൾക്ക് വരുമ്പോൾ പിന്നെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടോ. എല്ലാ ദിവസം അച്ഛൻ രാവിലെ കൊടുത്തിട്ട് പോകും. ഇന്നപ്പോ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഓക്കെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടില്ല കൊടുക്കണം. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങോട്ട് നമ്മുടെ അമ്പലക്കുളത്തിന്റെ അടുത്തോട്ട് വന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കുറച്ച് നമ്മുടെ പ്രസൻസ് അവർക്ക് അറിയാട്ടോ. നമ്മൾ കാണുമ്പോഴത്തേ ഒരു ഓടി കയറി വരും കേട്ടോ. അങ്ങനെയാണ് ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് അവർക്ക് അറിയാം നമ്മളെ. അങ്ങനെ അപ്പം അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ പിന്നെ ഡോഗ്സിന് ശരിക്കും പേടിക്കണം കേട്ടോ. അതിനെ ഒത്തിരി നേരം പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ പിടിക്കും കേട്ടോ. പിന്നെ ജസ്റ്റ് വീണ്ടും ചുറ്റും നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ് മരങ്ങൾ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ പഴുത്ത് കിടക്കുന്നു. അങ്ങനെയൊക്കെ പേരയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതൊക്കെ കുറച്ച് പറിച്ച് ഇപ്പൊ അവക്കോടയൊക്കെ പഴുക്കാനായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്.
ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എന്താ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതല്ലേ? നമുക്ക് കുറച്ച് ഓർണമെന്റ്സിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഒന്നിച്ചൊരുങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഈ പാക്കിങ്ങും കഴിയും, കുറെ വീഡിയോസ് ഇന്ന് ഷൂട്ട് ചെയ്യാനാണ് ഇന്നത്തെ എന്റെ പ്ലാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തർ എന്തൊക്കെയാ മേടിച്ചേക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം, എന്നിട്ട് ഞാൻ പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടൈപ്പ് നെക്ലേസും ഈ കമ്മൽ ഇതിന്റെ അല്ല, ജോഡിയായിട്ടുള്ളത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒത്തിരി കളറുകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഒരു സെറ്റ് ഞാൻ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ അത് ഞാനിപ്പോ ജസ്റ്റ് ഇട്ട് ഇതേപോലെയുള്ള മനോഹരമായ നെക്ലേസുകളും നല്ല ജുമുക്ക കമ്മലുകളും അങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്ലാസി ലുക്കുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം. ഞാൻ ഇന്നാൾ കുറെയൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഇന്ന് ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ. ഇപ്പൊ സാരിന്റെ കൂടെയോ ഇതുപോലെ ഒരു ഫുൾ സ്കേർട്ടും ബ്ലൗസിന്റെ കൂടെയോ അങ്ങനെ എന്തിന്റെ കൂടെ മിഡി ടോപ്പിന്റെ കൂടെയോ ഒക്കെ നല്ല സൂട്ടായിട്ട് പോകുന്ന സാധനമാണ്. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും നമുക്ക്. അങ്ങനെയാണ്. അപ്പം എന്തായാലും മേടിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തർ എന്തൊക്കെയാ മേടിച്ചേക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 4 പാക്കറ്റ് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് മേടിച്ചു വെച്ചോളൂ കേട്ടോ. നമ്മുടെ അടുത്താണെങ്കിൽ നിയർ ടു ഫിനിഷ് ആണ്. അപ്പം ഒരുപാട് നല്ലതാണ്. മുഖത്തിന് നല്ലൊരു ഗ്ലോ കൂടാന്, ഈ കരിമങ്കലോ പാടുകളോ മുഖക്കുരു വരാതിരിക്കാന് ഒക്കെ നമുക്ക് കുറച്ച് എങ്ങത്തും കൊണ്ടുവരാൻ ഒത്തിരി ഉപകാരമുള്ളതാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കിട്ടാനേ ഇല്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മേടിച്ചു വെച്ചോളൂ കേട്ടോ. ഇത് കേടായി പോകത്തേ ഇല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. എത്ര കാലം കഴിഞ്ഞാലും ഇതിന് തണുപ്പടിക്കരുത്, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, തണുപ്പടിക്കരുത്, ഈർപ്പടിക്കരുത്, അത്രയേ ഉള്ളൂ. പുറമേ തന്നെ പൊട്ടിച്ചിട്ട് ഡപ്പയിലാക്കിയിട്ട് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളൂ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എത്ര കാലം വേണേലും യൂസ് ചെയ്യാം. ഏത് മീഡിയമാണ് നിങ്ങൾക്ക് ചേരുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ചിലവർക്ക് പാലായിരിക്കും, ഞാനിപ്പോഴും പാലിലാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. പാല് അല്ലെങ്കിൽ പാൽപ്പൊടി, ചിലപ്പോൾ പപ്പായ പഴുത്തേന്റെ അങ്ങനെ, അല്ലെങ്കിൽ ചില റോസ് വാട്ടർ, തക്കാളി നീര്, അങ്ങനെയൊക്കെ. ലെമൺ ഒന്നും മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല, തക്കാളി നീര് മാത്രം ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഹണി, തക്കാളി നീര്, ലെമൺ ഒന്നും മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ആ രീതിയിലാണ്. അപ്പൊ അങ്ങനെ അത് അവർക്ക് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഹണി ½ kg, അതുപോലെ ഗീ ½ kg, പിന്നെ ഒരു ബാംഗിൾ കേട്ടോ. ബാംഗിൾ മീൻസ് ഒരു പിന്നെ ഹാൻഡ് ചെയിൻ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ബ്രേസ്ലെറ്റിന്റെ വേറൊരു വെർഷൻ, വള പോലെ ഇരിക്കും, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതും കൂടി പാക്ക് ചെയ്യട്ടെ. പാട്ട് വെക്കും. ഞാൻ എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഒന്നും ഇല്ലെങ്കിൽ പാട്ട് വെക്കുവേ. അപ്പൊ ബോറടിക്കില്ലല്ലോ. ഇഷ്ടമുള്ള നമുക്ക് റീൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടം, എനിക്ക് റീൽസ് ഒക്കെ കേൾക്കാന് കാണാന്. അപ്പൊ അത് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ബോറടിക്കാൻ നമുക്ക് പാക്കിംഗ് നടക്കും. എന്തൊരു ഭംഗിയല്ലേ പണ്ടത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ. നമ്മുടെ മനസ്സെവിടെയോ പോകൂലേ. അത്ര കലാഭംഗിയോടെയാണ് ആ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 kg ഹണി ആണ് കേട്ടോ. കാട്ടുതേനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഒറിജിനൽ കാട്ടുതേനാണ്. അപ്പം അടിപൊളിയാണ്. ചെറുതേനില്ല നമ്മളുടെ അടുത്ത്, വൻതേനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരുപാടൊന്നും കഴിക്കണ്ട, വളരെ കുറച്ച് മാത്രം. ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ മാക്സിമം 1 ടീസ്പൂൺ, അത്രയൊന്നും കഴിക്കേണ്ട. 1/2 ടീസ്പൂൺ കഴിച്ചാൽ മതി. എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല, ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ കുറച്ച് വീതം കഴിച്ചാൽ മതി കേട്ടോ. കുട്ടികൾക്ക് അത്രയും കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാ, എന്നാലും ബേസിക്കലി അത് ഷുഗർ ആണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കസ്റ്റമർ സെയിം 3 പാക്കറ്റ് കസ്തൂരി മഞ്ഞൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പാക്കറ്റ്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന സെയിം കാട്ടുതേനും പിന്നെ കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും പിന്നെ ന്യൂഡ് കളർ ലിപ്പാമും. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ വിവാക്സ് കൊണ്ടുള്ള ബോഡി മോയ്സ്ചർ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ഉപകാരമാണ്. ചുളികളൊക്കെ പോയി നല്ലൊരു ഗ്ലോ കൂടും, മേടിക്കും. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫേസ് വാഷ് പൗഡർ, പിങ്ക് ലിപ്പാമ്, ന്യൂഡ് ലിപ്പാമ്, 2 പ്ലെയിൻ ലിപ്പാമ്. അപ്പൊ എല്ലാം കൂടി പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാടൻ കറിമഞ്ഞള്, അത് പാക്കറ്റ്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചുണ്ടില് നമ്മുടെ പ്ലെയിൻ ലിബാം തേച്ചിട്ടാ കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചുണ്ട് ഒരിക്കലും പൊട്ടാതെ എന്ത് പ്ലം ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു. മിനിഞ്ഞാന്ന് ഞാന് റബയും
ഗോതമ്പ് പൊടിയും ജീരകവും തക്കാളിയും ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഒരു ഇത് അരച്ചു വെച്ചു, ദോശ പോലെ. കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചുട്ട് നോക്കിയപ്പം ഓക്കെ, നല്ലതാണ്. അതിന്റെ ബാലൻസ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു. രാവിലെ ഞാനിങ്ങനെ എടുത്തതും ചുടാൻ വേണ്ടി എടുത്തതും അത് കുറെ അങ്ങ് തട്ടിമറിഞ്ഞു. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ ആന്റി സ്ലിപ്പിന്റെ ഈ മൈക്രോ ഫൈബറിന്റെ ഷീറ്റ് മുറിച്ചിട്ട് ഞാൻ ഫുള്ള് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ട്, ഒരേത്തിന്റെ വലിപ്പം അനുസരിച്ച്. അങ്ങനെ എന്തൊരു ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എത്ര സമയം എടുത്തിരുന്ന ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം. എന്തൊരു വൃത്തിയാണ്. ഇപ്പൊ ഇതിന് അതിന്റെ മുകളിലേക്ക് മറിഞ്ഞു. ഞാൻ നേരെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി ആ ഷീറ്റ് അതുപോലെ എടുത്ത് കഴുകി അപ്പൊ തന്നെ തിരിച്ചു വെച്ചു. എന്തൊരു ഉപകാരമാണ് ഇത്. ഫ്രിഡ്ജിൽ ഇതുപോലെ ഫ്രിഡ്ജിന്റെ പാകത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ. അതുകൊണ്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇതൊരു ആന്റി സ്ലിപ്പാണ്. അങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി പോകത്തില്ല. ഇതിന് അതിന്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു അരം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ മൈക്രോ ഫൈബർ ആണ്, ആന്റി സ്ലിപ്പ് ആണ്, അങ്ങനത്തെ മൈക്രോ ഫൈബർ ആണ്. അപ്പൊ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്, മേടിച്ചോളൂ കേട്ടോ. ഇതിന്റെ വലിപ്പം ഉള്ളത് കൊണ്ട് ഈ വലിപ്പത്തിന്റെ ഉണ്ട് കേട്ടോ. പിന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇലക്ട്രിക് ലൈറ്റർ, ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ചാർജർ അതിന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ 2 ബോഡി മോയ്സ്ചർ. ഇത്രയും സാധനമാണ് പാക്ക് ചെയ്തത്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറെ പാട് കമന്റുകൾ, കുറെ കുശുമ്പികൾ എഴുതിയിടാറുണ്ട് കേട്ടോ. പക്ഷെ അവരോട് ഒരു കാര്യം, നിങ്ങളുടെ കമന്റുകൾ ഒന്നും വെളിച്ചം കാണത്തില്ല. ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കി കളയും, നിങ്ങൾ ബ്ലോക്ക് ആക്കി കളയുകയും ചെയ്യും കേട്ടോ. അത് അവർക്ക് അറിയത്തില്ല. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന റംഗൂൺ ക്രീപ്പർ ആണ്. നമ്മുടെ മുറ്റത്തിപ്പം ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ എൻഡിൽ ആഡ് ചെയ്യാട്ടോ കൂട്ടുകാരെ. പോകത്തില്ല, ഒരു 40-50 വർഷം ഇങ്ങനെ നിന്നോളും പിടിച്ചിട്ടുണ്ടേ. ഇനി ഇതിന്റെ തണ്ടി നമുക്ക് മുറിച്ച് നട്ടു വളർത്തെടുക്കുകയും ചെയ്യാം വേറെ വേണമെങ്കിൽ. അങ്ങനെയാണ്, അടിപൊളിയാണ് കൂട്ടുകാരെ. കൊലഞ്ഞുണ്ടാവും. ആ പിങ്കും വെള്ളയും കൂടി ആ കളറുകളും ഒന്നിച്ച് വരുമ്പോഴുള്ള ഒരു ഭംഗി എന്ന് പറയണ്ട. എല്ലാം ഭയങ്കര റെയർ ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെയാണ്, നമുക്ക് കിട്ടാനും കുറവാണ് ഈ ഭാഗത്തൊക്കെ. അങ്ങനെയാണ്. അപ്പൊ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ. ഇത്രയും ചെറിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാലം വരെ, നമ്മുടെ ഒരു ജീവിതകാലം മുഴുവനും നമുക്ക് പൂക്കളെ കണ്ടിട്ട് ജീവിച്ച് മരിക്കാം. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും മേടിച്ചോളൂ കേട്ടോ. അപ്പൊ റംഗൂൺ ക്രീപ്പർ പാക്ക് ചെയ്യട്ടെ. നമ്മളൊരു ലേഡി ആണോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അടിച്ചു വാരി തുടച്ചും വൃത്തിക്കൊക്കെ സൂക്ഷിക്കുക. പിന്നെ കുറച്ച് ചെടികളൊക്കെ നടുക. ഇതൊക്കെ ഒരു ലേഡി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്രയും നമുക്കത് പോസിറ്റീവ് എനർജി, മനസ്സന്തോഷം കൊണ്ടുവരും. പൂക്കളും ചെടികളും പച്ചപ്പും അതുപോലെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷവും എല്ലാം അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെക്കുക എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത്രയ്ക്ക് രസമായിരിക്കും നമ്മുടെ ലൈഫ്. ചെടികൾ മസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും മേടിച്ചോളൂ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കമേലയും അതുപോലെ സൺഡേ മണ്ടേയും പിന്നെ മണിമുല്ലയാണ് കേട്ടോ. 3 കൂടി ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ. ബാഡ് കമന്റ് എന്താ വന്നതെന്നല്ല, ഓൾവേസ് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. സത്യം പറയാലോ, ഞാനിത് ഒറിജിനൽ, നമ്മൾ ഇന്നാളൊരു സാംസങ്ങിന്റെ ഒരു മൊബൈൽ മേടിച്ചല്ലോ, അതിൽ ഒറിജിനൽ ക്യാമറയിലാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അങ്ങനെയാണ്. എത്ര പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ ബാഡ് കമന്റുകൾ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് രക്തശാലി ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളും അതുപോലെ നമ്മുടെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അതുപോലെ തന്നെ ഫേസ് വാഷ് പൗഡറും ഒന്ന് മേടിച്ച് നോക്കൂ. എന്നിട്ട് അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പൊ നിങ്ങളുടെ മുഖവും ഇതുപോലെ തന്നെ ഫിൽറ്റർ ഇട്ട പോലെ തന്നെ തിളങ്ങും. അപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്ക് സംശയം തോന്നും ഫിൽറ്റർ ആണോ എന്ന്. അല്ലാതെ കുറെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കൂ കേട്ടോ. ണ്ട്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഷൂട്ടിങ് നിൽക്കത്തേയില്ല. നമുക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും മൊത്തം പാക്ക് ചെയ്ത് വിടണ്ടേ. അങ്ങനെ പിന്നെ കുറച്ച് സമാധാനമുള്ള ദിവസങ്ങളിൽ കുറച്ച് മാത്രം അയക്കാം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ കുറെ ദിവസത്തെ ഞാൻ ഒത്തിരി ഷൂട്ട് ചെയ്ത് വെച്ചത് എത്രയോ ദിവസങ്ങൾ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നോ, ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണവും. ഈ വീട്ടിൽ പിന്നെ ജോലികൾ തീരുന്ന ഒരു പരിപാടിയില്ല. ജോലി നിർത്തുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. രാത്രിയാകുമ്പോൾ ജോലി നിർത്തുന്നു, പിറ്റേ ദിവസത്തേനാക്കുന്നു, അല്ല തീരുന്ന പരിപാടിയില്ല. അതാണ്. അപ്പൊ ഒത്തിരി വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചത് ഒരു 10 ദിവസത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് കിടപ്പുണ്ട്. ഒന്നും എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. എല്ലാം കൂടി കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി എന്റെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റും. എന്നിട്ട് എല്ലാം കൂടി കാണുമ്പോ പിന്നെ എന്ത് എഡിറ്റ് ചെയ്തിടണം, എവിടെ തുടങ്ങണം ഒന്നും മനസ്സിലാത്തില്ല. അങ്ങനെയാ. നമ്മൾ വേറെ ഒരാൾ ഷൂട്ട് ചെയ്യാറില്ലല്ലോ, ഞാൻ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ നേരം എപ്പോഴും അങ്ങോട്ട് പോയി ഓഫാക്കി ഓണാക്കാൻ മടി ആയതുകൊണ്ട് ഞാൻ നിന്നങ്ങ് ഷൂട്ട് ചെയ്യും. അപ്പൊ ഒത്തിരി ലെന്ത് ഉണ്ടാവും നമ്മുടെ വീഡിയോസ് എല്ലാം റോ ആയിട്ട് കിടക്കുന്നത്. അതിന് തെരഞ്ഞെടുത്ത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് അതിലും വലിയ ബാലി കയറാൻ വലിയ. അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. എന്നാലും ഓക്കെ, ഹാപ്പിയാണ്, സമാധാനമുണ്ട്. അപ്പൊ നമ്മൾ ജോലികളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പം ഓരോരുത്തർ പറഞ്ഞു തന്നെ നമുക്ക് വാട്സപ്പ് ത്രൂ ഒത്തിരി ഓർഡർ വരും. അങ്ങനെയാണ്. വീഡിയോ ഇട്ടാലും അത്ര ഓട്ടം ഒന്നുമില്ല നമുക്ക് ചാനലിൽ. അതുകൊണ്ട് എനിക്ക് മടിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കണ്ണുവേദന എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ അതിന് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അതൊക്കെ അങ്ങനെ പോട്ടെ എന്ന് ഓർക്കും. ഇത് നമ്മുടെ ബേഡും കുഞ്ഞിന് ഹോർലി
ഹോർലിക്സ് പോലെ ഈ ബേർഡ് ഫോർമുലയും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ, തീറ്റേന്റെ കൂടെ തന്നെ. അത് ഇടയ്ക്ക് കൊടുക്കും. ഇത് ഭയങ്കര കരച്ചിലോട്ടോ, അതിന് എപ്പോഴും എന്റെ തോളത്തിരിക്കണം. കാഴ്ചയൊക്കെ കണ്ട് ഞാൻ ചെയ്യുന്ന ജോലി എല്ലാം കണ്ടിരിക്കണം. അപ്പൊ ഇവിടെ കിടന്ന് വരകും. ഈ സ്ലിപ്പെല്ലാം മറന്നു പോകും, അഡ്രസ് എല്ലാം. അതുകൊണ്ട് ഞാൻ അതിനെ കൂട്ടിലൂടെ എടുത്ത് വെച്ചേക്കാം. അപ്പൊ അതിന് കുറച്ച് ഫുഡും കൂടി ഞാൻ കൊടുത്തേക്കുവാണെങ്കിൽ അതവിടെ ഇരുന്ന് തിന്നോണ്ടിരുന്നോളും. അങ്ങനെ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ഒരു രക്ഷയില്ലാത്തപ്പോ ഇതാണ് ഇതിന്റെ പിന്നെ നൈറ്റ് റൂം. രാത്രി കിടന്നുറങ്ങുന്ന കവർ കൂടി ഇതാണ്. ഇതിനകത്ത് തൊപ്പിക്കകത്ത് ഇതിനകത്ത് പൊതിഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ഇരുന്ന് ഉറങ്ങിക്കോളും. എന്നിട്ട് രാവിലെ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഇതിന്റെ അല്ലാത്ത കൂട്ടിലേക്ക് മാറ്റും. അത് തിന്നോട്ടാ. ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണോ, എല്ലാ അമ്മമാർക്കും ഇങ്ങനത്തെ കുറച്ച് ട്രിക്ക് ഉണ്ടാവും അല്ലെ. ഒത്തിരി ശല്യം പിള്ളേരുണ്ടാക്കുമ്പോ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും കേട്ടോ. എന്നോട് എന്റെ അമ്മ പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ 3 മക്കളാണ്, ചേട്ടായി, അനിയത്തി, ഞാന്. അങ്ങനെ അപ്പം പിന്നെ അനിയത്തി കൊച്ചു ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനും ചേട്ടായി മാത്രമേ ഉള്ള സമയത്ത് അങ്ങനെ ചേട്ടായി കുറച്ച് മുതിർന്ന, എന്നെക്കാളും 2-3 വയസ്സ് മൂത്താണ്. അപ്പോൾ പിന്നെ അത് ഓക്കെ, അത് നടക്കും, ഓടി നടക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മേന്റെ ഒക്കെ കൂടെ അങ്ങ് പൊയ്ക്കോളും. അപ്പച്ചന്റെ അമ്മേന്റെ കൂടെ അങ്ങനെയൊക്കെ ഒരേ ജോലികൾക്ക് പോകുമ്പോ അങ്ങനെ അങ്ങ് പോയിക്കോളും. എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്ന, അമ്മയ്ക്ക് ഒത്തിരി ജോലികളുണ്ട്. നമ്മൾ കർഷക ഫാമിലിയാ. അങ്ങനെ പണിക്കാരുണ്ടാവും, അവർക്ക് ഫുഡ് കൊടുക്കണം കൂടാതെ ആ പണിക്കാരുടെ കൂടെ അമ്മയും പോകും. അങ്ങനെയൊക്കെയാണ് പഴയ കാലത്തെ ആളുകൾ. അപ്പൊ അമ്മ എന്നെ ചെയ്യുന്നത്, അമ്മ വീട്ടിൽ കൂടെ പണിയെടുത്ത് നടക്കുമ്പോ അമ്മ എന്നെ, ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ വള്ളി കെട്ടിയ കസേരകള് നിങ്ങൾ കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മെടയുന്ന കസേര, അങ്ങനെയാണ് വള്ളിയ. അപ്പൊ അതിനിങ്ങനെ 2 കാലും കൈയും ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് പിടിക്കാൻ, കൈയൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് തന്നെ വെച്ചിട്ട് 2 കാലും അപ്പുറം ഇപ്പുറം, കൈ അതേലും 2ലും, എന്നിട്ട് ആ കസേരയും എന്റെ വയറും കൂടി അമ്മ ഇങ്ങനെ കുളിക്കുന്ന തോർത്തുമുണ്ടല്ലോ അതുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് വെച്ചാൽ മുറുക്കും, അങ്ങനെ ചാടിപ്പോലെ ഞാൻ. അപ്പൊ ഞാൻ അതിനകത്ത് ഇങ്ങനെ ട്രാപ്പായിരുന്നോളും. പക്ഷെ എന്റെ കൈയും കാലും എല്ലാം ഫ്രീ ആയിട്ട് ചലിപ്പിക്കാം. അങ്ങനെ എന്നിട്ട് അമ്മ എനിക്ക് പിന്നെ ബ്ലാക്ക് ടീ ഉണ്ടാക്കും. ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് മധുരം ഇടുന്നു. എന്നിട്ട് ഒരു സ്പൂണും കൂടി അതിലിട്ടിട്ട്, പിന്നെ സ്റ്റീൽ ഗ്ലാസ് ആണ് അന്നൊക്കെ. അപ്പൊ സ്റ്റീൽ ഗ്ലാസ് മുമ്പിൽ വെച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ ആ മുമ്പിൽ ഞാന് ഇത് സൂക്ഷിച്ച് ആ സ്പൂണും കൊണ്ട് കോരിയെ കിട്ടത്തില്ലല്ലോ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കിട്ടും. അപ്പൊ അതിങ്ങനെ കോരി കുടിച്ചോണ്ടിരുന്നോളുന്ന. എനിക്ക് തോന്നുന്നു ആ ഒരു പരിപാടി കാരണം ഞാൻ ഇത്ര ചായ അഡിക്റ്റ് ആയെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ എന്നിട്ട് അങ്ങനെ ഒരു ശല്യം ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. പണികളൊക്കെ തീരണ വരെ അമ്മേന്റെ നോട്ടമുണ്ട്, കസേര ഒന്നും മറിഞ്ഞു വീഴാതിരിക്കാൻ. കസേര പറിക്കാൻ പറ്റത്തില്ല, എന്നെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാന്നേ ഉള്ളൂ. പക്ഷെ കൈകാലൊക്കെ പ്രിയ. പക്ഷെ അമ്മേന്റെ നോട്ടമുണ്ട്. അമ്മയ്ക്കപ്പൊ എല്ലാ ജോലി ചെയ്ത് നടക്കുകയും ചെയ്യാം, അടുക്കളപ്പണിയും വീട്ടുപണിയും ഒക്കെ. എന്നിട്ട് എന്നെ ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഞാൻ ഈ കട്ടചായൊക്കെ കോരി കുടിച്ച് ഇങ്ങനെ തീരുമില്ല, ഒരു ഗ്ലാസ്സിനൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ കുറേ ശ്രമിക്കും, കിട്ടുന്ന ഇങ്ങനെ കുടിക്കും, അങ്ങനെ കുടിച്ചോണ്ടിരുന്നോളുന്നു. അപ്പൊ എല്ലാ അമ്മമാർക്കും അങ്ങനെ ട്രിക്കുണ്ട്. അമ്മ പറയും അങ്ങനെയായിരുന്നു, ഭയങ്കര പാവമായിരുന്നു ഞാൻ, ശല്യമൊന്നും ഉണ്ടാക്കത്തില്ല, എന്നാലും വീഴാതെ അപകടം ഉണ്ടാവാതിരിക്കാനും തീന്റെ അടുത്ത് അടുപ്പും വിറവും അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ കോരിക്കൊണ്ട് വരണം. അപ്പൊ എങ്ങോടെങ്കിലും അമ്മ മാറുമ്പോക്കെ അപകടം ഉണ്ടാതിരിക്കാൻ വേണ്ടി എന്നെ സുരക്ഷിതമായിട്ട് അമ്മ കസേര കെട്ടിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു വേറെ വേർഷനായത്. ഇത് ഭയങ്കര കരച്ചിലും ബഹളമാണ്. അങ്ങനെ എന്നിട്ട് അതുകൊണ്ട് ഇതിന് ഞാനിങ്ങനെ എമർജൻസിക്ക് ഇങ്ങനെ കവറിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും, തീറ്റയും കൊടുത്തിട്ട്. പണ്ട് എന്റെ അമ്മ ചെയ്ത ട്രിക്ക് ഞാനിത്. അപ്പൊ ഇതങ്ങനെ വെക്കാം. അപ്പൊ നമ്മൾ കണ്ടോണ്ടിരുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ജോലിയൊക്കെ ചെയ്ത, അപ്പൊ ഞാൻ അടുക്കളയിലാണെങ്കിൽ ഇത് അവിടെ ആ ഒരു ഭാഗത്ത് തൂക്കിയിടും. ഇവിടെ ഹാളിലെ പണിയെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു പിന്നെ സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കും. അങ്ങനെ മിറ്റത്തെ പണിയെങ്കിൽ ഞാൻ ആ വരാന്തയിൽ കൊണ്ടുപോകും ഇതിനിങ്ങനെ. അപ്പൊ ഇതാകുമ്പോ സുരക്ഷിതമാണ് താനും. അപ്പൊ അങ്ങനെയാണ് ഈ അമ്മയുടെ ട്രിക്ക്. അപ്പൊ ഇതിനോട് ആക്കട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്കിങ് തുടങ്ങാം. അപ്പൊ ശരി, ടാറ്റാ, അടുത്ത വീഡിയോ കാണാം കേട്ടോ, ബൈ ബൈ. വാട്സപ്പില് കുറച്ച് പിള്ളേർ എന്നോട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും എൻഡില് ഉമ്മ തരും, ചേച്ചി മാത്രം ഞങ്ങൾക്ക് ഉമ്മ തരും. ചേച്ചി മാത്രം ഞങ്ങൾക്ക് ഉമ്മ തരുന്നില്ല. ഓക്കെ, ഉമ്മ. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.